എ.പി. അർജുൻ സംവിധാനം ചെയ്യുന്ന കന്നഡ ചിത്രമായ മാർട്ടിൻ്റെ ട്രെയിലർ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഈ സിനിമയെക്കുറിച്ച് ചില കാര്യങ്ങളും അതേപോലെ ട്രെയിലറിലെ ചില കാര്യങ്ങളും പറയാം. ആക്ഷൻ പ്രിൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന ധ്രുവ് സർജയാണ് ഈ സിനിമയിലെ നായകൻ. ആക്ഷൻ പ്രിൻസായ ധ്രുവ് സർജയ്ക്ക് വേണ്ടി ഈ കഥ എഴുതിയിരിക്കുന്നത് തമിഴ് നടനായ ആക്ഷൻ കിങ് അർജുനാണ്. അപ്പോൾ ആക്ഷൻ കിങ് അർജുൻ എങ്ങനെയാണ് ധ്രുവ് സർജയ്ക്ക് കഥ എഴുതിയതെന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. റിയൽ ലൈഫിൽ ആക്ഷൻ കിങ് അർജുൻ ആക്ഷൻ പ്രിൻസ് ധ്രുവ് സർജയുടെ അങ്കിളാണ്. അപ്പോൾ ആക്ഷൻ പ്രിൻസിന് വേണ്ടി ആക്ഷൻ കിങ് ഒരു കഥ എഴുതുമ്പോൾ എങ്ങനെയിരിക്കും? അത് ഫുൾ ആക്ഷൻ തന്നെ ആയിരിക്കും. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. മിലിറ്ററി ലെഫ്റ്റനന്റ് ബ്രിഗേഡിയർ ഓഫീസർ അർജുൻ സക്സേനയായിട്ടാണ് ധ്രുവ് സർജ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മിലിറ്ററിയിലായതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ദേശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് പ്രധാന പ്രമേയമായിട്ട് എടുത്തിരിക്കുന്നത്. കൂടാതെ ഈ സിനിമയിൽ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇതിൽ പ്രണയവുമുണ്ട്. അപ്പോൾ ദേശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, പിന്നെ തന്നെ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം, പിന്നെ പ്രണയം, ഈ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലറിൽ ആദ്യം തന്നെ കുറേ രാഷ്ട്രങ്ങളുടെ ടൈറ്റിലുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഗ്രാഫിക്സ് അതുപോലെ VFX ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ട്രെയിലറിൽ പ്രധാനമായിട്ടും കാണിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ജയിലിലേക്ക് ധ്രുവ് സർജയുടെ ക്യാരക്ടറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് ധ്രുവ് സർജയുടെ ക്യാരക്ടറിനെ അവർ അറസ്റ്റ് ചെയ്ത് റിയലായിട്ടും സിനിമയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് ഈ ധ്രുവ് സർജയുടെ ക്യാരക്ടർ തന്നെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് പാകിസ്ഥാൻ ജയിലിലേക്ക് പോകുന്നതുമായിരിക്കാം. ഇനി ഇതിൽ ശരിക്കും യുദ്ധത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി കൊണ്ടുപോകുന്നതെങ്കിൽ ആ സമയത്തുണ്ടായ അപകടത്തിലോ മറ്റോ അദ്ദേഹത്തിന് താൻ ആരാണെന്ന് അറിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടാകാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ട്രെയിലറിൽ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ താൻ ആരാണ് എന്നുകൂടി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഈ സിനിമയിൽ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇനി എന്തൊക്കെയായാലും പാകിസ്ഥാൻ ജയിലിൽ വെച്ചിട്ട് ധ്രുവ് സർജയുടെ ക്യാരക്ടറും ഭയങ്കര മല്ലന്മാരും തമ്മിൽ ദ്വന്ദ്വ യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ഗംഭീര ആക്ഷൻ ആ ഒരു ജയിലിൻ്റെ ഉള്ളിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ പുറത്തും ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തായാലും കിടിലൻ ആക്ഷൻ സിനിമയാണ് ഇതെന്ന് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ആ ട്രെയിലർ ഒന്ന് കാണാം. ആദ്യം തന്നെ സ്ഥലങ്ങളുടെ പേര് കാണിക്കുന്നു. ഇന്ത്യയിൽ നിന്നൊരു ഭയങ്കരൻ, ഒരു ഭീകരനാണ് ഇവിടെ വരുന്നതെന്നാണ് അവർ പറയുന്നത്. ഇവർക്കെല്ലാം ധ്രുവ് സർജയുടെ ക്യാരക്ടറിനെ അവിടെ പേടിയുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. മരുഭൂമിയിൽ, മഞ്ഞുമലകളിൽ, അതേപോലെ ടൗണ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, സ്മാർട്ട് സിറ്റിയിലൊക്കെ തന്നെ ഈ സിനിമയുടെ ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ VFX ഗ്രാഫിക്സ് ഒക്കെ ആയിരിക്കും. എന്തായാലും അത് നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്.
ഇപ്പം കാണിച്ച ആ സീനിൽ KGF-ലൊരു പ്രത്യേകതരം ഗണ്ണ് കൊണ്ടുവന്നിട്ട് ഒരു വലിയ പോലീസ് സ്റ്റേഷൻ തന്നെ തകർക്കുന്നുണ്ടല്ലോ, അതുപോലത്തെ വലിയ ബീരങ്കിയാന്ന് തോന്നുന്നു. അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അറ്റം അങ്ങനെ കനൽ പോലെ ആയിരിക്കുന്നത്. ഇതിപ്പോൾ ഈ സിനിമയിൽ KGF-ൽ തുടങ്ങിയിട്ട് പിന്നെ അത് വിക്രം തമിഴിൽ കമലഹാസൻ്റെ സിനിമ അതിലും ഇതേപോലത്തെ ഒരു ഗണ്ണ് കാണിക്കുന്നുണ്ട്. ഇതിൽ ബീരങ്കിയാണ്. അപ്പോൾ എല്ലാറ്റിലും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവർ വെക്കുന്നുണ്ട്. അനാവശ്യമാണ് പറയുന്നത്. എല്ലാ ഭാഷയിലും ഇറങ്ങുന്നുണ്ട്. മൊത്തത്തിലൊരു പരുക്കനാണെന്ന് ആ ട്രെയിലറിൻ്റെ അവസാനം കൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ ഒക്ടോബർ 11-നാണ് ഈ സിനിമ ഇറങ്ങുന്നതെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അതിൽ മാറ്റം വരുമോ എന്നറിയില്ല. ഇത് കഴിഞ്ഞ വർഷം റിലീസാകേണ്ട സിനിമയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്ടോബർ 11-ന് ഇത് ഇറക്കുമെന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് നോക്കാം. എന്തായാലും ഗംഭീര സിനിമയാണ്. നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു. ഈ സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ, എൻ്റെ അഭിപ്രായ വീഡിയോ ഞാൻ ആ സിനിമ ഇറങ്ങുന്ന അന്ന് തന്നെ കാണുന്നതാണ്. അന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളുടെ വീഡിയോകൾ ലഭിക്കുന്നതാണ്. ഈ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ടീസർ ഇറങ്ങിയിരുന്നു. അതുകൂടി ഒന്ന് കണ്ടാലോ? അതിൽ കുറച്ചുകൂടി ആക്ഷൻ രംഗങ്ങളുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ആകെ ആക്ഷനാണ്. ഇതെന്താണ് സാധനം? നോക്കിയേ, ഇതൊരു മനുഷ്യൻ തന്നെയാണോ അല്ല ഇയാളെ VFX-ലൂടെ വലുതാക്കി കാണിച്ചിരിക്കുകയാണോ എന്നറിയില്ല. സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. ഒരു ഗംഭീര ഒരു ഭീകര ജീവി പോലെയുണ്ട്. അപ്പോൾ ഇയാളുടെ ഒപ്പമൊക്കെ ഉള്ള ആക്ഷൻ ഉണ്ട് ഇതിൽ. അത് അടുത്തത് എന്തായാലും നല്ല ആക്ഷൻ ഇതിലുണ്ട് എന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവന്മാരെ വീഴ്ത്തണമെങ്കിൽ ധ്രുവ് സർജയുടെ ക്യാരക്ടറിന് നല്ല പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം വെറുതെ അല്ല, ഇവരുടെ ഒപ്പമൊക്കെ ആക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല വർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒക്ടോബർ 11-ാം തീയതി നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.